എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ പ്രസാദ്. നമ്മുടെ പ്രോഗ്രാമിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടറ്റിനും പി എസ് സിക്കും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട MCQs ആണ്. അപ്പൊ നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൈറ്റമിൻ ഈസ് മെയിൻലി ഒബ്റ്റൈൻഡ് ഫ്രം സൺലൈറ്റ്. സൺലൈറ്റിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണെന്നാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഡി. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, വൈറ്റമിൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോർമൽ റെസ്റ്റിംഗ് ഹേർട്ട് റേറ്റ് ഓഫ് ആൻ അഡൾട്ട് ഈസ്. നോർമലി ഉള്ള ഒരു മനുഷ്യന്റെ റെസ്റ്റിംഗ് ഹേർട്ട് റേറ്റ് എത്രയാണെന്നുള്ളതാണ്. 40 to 60 beats per minute, 60 to 100 beats per minute, 100 to 120 beats per minute and 120 to 140 beats per minute. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 60 to 100 beats per minute ആണ്. ഇനി നമ്മുടെ നോർമൽ റെസ്റ്റ് ഹേർട്ട് റേറ്റ് ലെസ് ദാൻ 60 വരികയാണെങ്കിൽ അതിന് പറയുന്ന പേര് ബ്രാഡികാർഡിയ എന്നും, നമ്മുടെ നോർമൽ റെസ്റ്റ് ഹേർട്ട് റേറ്റ് 100 beats per minute മുകളിൽ പോകുന്നതിന് പറയുന്ന പേര് ടാക്കികാർഡിയ എന്നുമാണ്. ഇപ്പൊ കഴിഞ്ഞ ഈ ഒരു PSC എക്സാമിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ട്രെയിൻഡ് അത്ലീറ്റിന്റെ റെസ്റ്റ് ഹേർട്ട് റേറ്റ് എത്രയാണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു ട്രെയിൻഡ് അത്ലീറ്റിന്റെ റെസ്റ്റ് ഹേർട്ട് റേറ്റ് എന്ന് പറയുന്നത് 40 to 60 beats per minute. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്ന എലൈറ്റ് ലെവൽ അത്ലീറ്റ്സിന്റെ റെസ്റ്റ് ഹേർട്ട് റേറ്റ് ആണെങ്കിൽ അത് 30 to 40 beats per minute ആയിരിക്കും ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പോണന്റ് ഓഫ് ഫിറ്റ്നസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ സ്പ്രിന്റർ. താഴെ പറയുന്നവയിൽ ഒരു സ്പ്രിന്ററിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിറ്റ്നസ് കോമ്പോണന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫ്ലെക്സിബിലിറ്റി, ഓപ്ഷൻ ബി ഇൻഷുറൻസ്, ഓപ്ഷൻ സി സ്പീഡ് ആൻഡ് ഓപ്ഷൻ ഡി ബാലൻസ്. ശരി ഉത്തരം എന്ന് പറയുന്നത് സ്പീഡാണ്. കാരണം ഒരു സ്പ്രിന്ററിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ പറയുന്നവയിൽ സ്പീഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എക്സസൈസ് ഡെവലപ്സ് മസ്കുലർ സ്ട്രെങ്ത്. താഴെ പറയുന്നവയിൽ ഏത് എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മസ്കുലർ സ്ട്രെങ്ത്തിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നത്. വാക്കിംഗ്, വെയിറ്റ് ട്രെയിനിങ്, ജോഗിങ് ആൻഡ് സ്ട്രെച്ചിങ്. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ ബി, വെയിറ്റ് ട്രെയിനിങ് ആണ്. ജോഗിങ്ങിലൂടെ നമുക്ക് ഒരു പരിധിവരെ എൻഡ്യൂറൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രെച്ചിങ്ങിലൂടെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഇൻ വിച്ച് സ്പോർട്ട് ഈസ് ദ ടേം ലവ് യൂസ്ഡ്. ലവ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്ന ഗെയിം താഴെ പറയുന്നവയിൽ ഏതാണ്. ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ ആൻഡ് ടെന്നീസ്. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി, ടെന്നീസ് ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ന്യൂട്രിയന്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ബോഡി ബിൽഡിംഗ്. ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്ന ന്യൂട്രിയന്റ് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ന്യൂട്രിയന്റ് ഏതാണ്. കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് വൈറ്റമിൻസ്. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി, പ്രോട്ടീൻസ് ആണ് ശരി ഉത്തരം. അതുപോലെ തന്നെ എൻഡ്യൂറൻസ് ഇംപ്രൂവ് അല്ലെങ്കിൽ എൻഡ്യൂറൻസ് അത്ലീറ്റ്സ് കൂടുതലും യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് യൂസ് ടു മെഷർ ഫ്ലെക്സിബിലിറ്റി. താഴെ പറയുന്നവയിൽ ഫ്ലെക്സിബിലിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ടെസ്റ്റ് ഏതാണ്. കൂപ്പർ ടെസ്റ്റ്, സിറ്റ് ആൻഡ് റീച്ച് ടെസ്റ്റ്, ഹാർവേർഡ് സ്റ്റെപ്പ് ടെസ്റ്റ് ആൻഡ് 50 മീറ്റർ. ഇതിൽ ശരി ഉത്തരം ആൻസർ ഓപ്ഷൻ ബി ആണ്, സിറ്റ് ആൻഡ് റീച്ച് ടെസ്റ്റ്. കൂപ്പർ ടെസ്റ്റ് നമുക്കറിയാം എൻഡ്യൂറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഹാർഡ്വേർഡ് സ്റ്റെപ്പ് ടെസ്റ്റും കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് മെഷർ ചെയ്യാനാണ്. 50 മീറ്റർ എന്ന് പറയുന്നത് സ്പീഡ് മെഷർ ചെയ്യാനായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ സ്പോർട്സ് പേഴ്സൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ബാഡ്മിന്റൺ. ബാഡ്മിന്റനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്പോർട്സ് പേഴ്സൺ ആരാണ്. PV സിന്ധു, മേരി കോം, മിൽഖ സിംഗ് ആൻഡ് സുനിൽ ഛേത്രി. ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം PV സിന്ധു ആണ് ശരി ഉത്തരം. അതുപോലെ തന്നെ മേരി കോം ബോക്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മിൽഖ സിംഗ് അത്ലറ്റിക്സ് ആണ്, 400 മീറ്റർ ആണ്. മിൽഖ സിംഗിന് പറയുന്ന മറ്റൊരു പേര് ഫ്ലൈയിങ് സിഖ് എന്നുകൂടി അറിയപ്പെടുന്നു. പിന്നെ സുനിൽ ഛേത്രി ഫുട്ബോൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം എയറോബിക് മീൻസ്. എയറോബിക് എന്ന് പറയുന്ന ടേമിന്റെ മീനിങ് എന്താണ്. വിത്തൗട്ട് ഓക്സിജൻ, വിത്ത് ഓക്സിജൻ, വിത്തൗട്ട് എനർജി ആൻഡ് വിത്ത് സ്പീഡ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വിത്ത് ഓക്സിജൻ ആണ് എയറോബിക് എന്ന് പറയുന്ന ടീമിന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഫൗണ്ടഡ് ദ മോഡേൺ ഒളിമ്പിക് ഗെയിംസ്. മോഡേൺ ഒളിമ്പിക് ഗെയിംസ് ഫൗണ്ട് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് ആരാണ്. ഓപ്ഷൻ എ പിയറി ബർട്ടിൻ, ഓപ്ഷൻ ബി എബ്രഹാം ലിങ്കൺ, ഓപ്ഷൻ സി നെൽസൺ മണ്ടേല, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി.
ഇവിടെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ PIT കുബേർട്ടൻ ആണ്. ഈവൻ PIT കുബേർട്ടൻ ആണ് ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് എന്നും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് നടന്ന വർഷം എന്ന് പറയുന്നത് 1896 ആണ്. 1896 ഗ്രീസിലെ ഏഥൻസിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് IOC? ഓപ്ഷൻസ്: ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി, ഇന്ത്യൻ ഓർഗനൈസേഷൻ കമ്മിറ്റി, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ കമ്മിറ്റി ആൻഡ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് IOCന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒളിമ്പിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് IOA ആണ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗെയിം യൂസസ് എ ഷട്ടിൽ കോക്ക്? താഴെ പറയുന്നതിൽ ഷട്ടിൽ കോക്ക് യൂസ് ചെയ്ത് കളിക്കുന്ന ഗെയിം ഏതാണ്? ഓപ്ഷൻ എ ടെന്നീസ്, ഓപ്ഷൻ ബി ബാഡ്മിന്റൺ, ഓപ്ഷൻ സി സ്ക്വാഷ്, ഓപ്ഷൻ ഡി ടേബിൾ ടെന്നീസ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്കറിയാം ആൻസർ ഓപ്ഷൻ ബി ബാഡ്മിന്റൺ ആണ്. കഴിഞ്ഞ PSCക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്. അതിൽ ചോദിച്ചിരുന്നത് ഒരു ഷട്ടിൽ കോക്കിൽ എത്ര ഫെതേഴ്സ് അല്ലെങ്കിൽ ഒരു ഷട്ടിൽ കോക്കിൽ എത്ര തൂവലുകൾ ഉണ്ടെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 16 ആണ്. ഒരു ഷട്ടിൽ കോക്കിൽ 16 ഫെതേഴ്സ് അല്ലെങ്കിൽ 16 തൂവലുകളാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്പോണന്റ് ഓഫ് ഫിറ്റ്നസ് ഈസ് റിക്വയർഡ് ഫോർ ജിംനാസ്റ്റിക്സ്? ജിംനാസ്റ്റിക്സിന് റിക്വയർഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണന്റ് ഇതിൽ ഏതാണ്? സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, സ്പീഡ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമുക്കറിയാം അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഫ്ലെക്സിബിലിറ്റി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ആർട്ടറി ഇൻ ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ടറി ഏതാണ്? പൾമണറി ആർട്ടറി, കൊറോണറി ആർട്ടറി, അയോട്ട ആൻഡ് കാരോട്ടിഡ് ആർട്ടറി. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അയോട്ടയാണ്. അയോട്ടയാണ് ദ ലാർജസ്റ്റ് ആൻഡ് ദ ലോങ്സ്റ്റ് ആർട്ടറി ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ഇനി ലോങ്സ്റ്റ് വെയിൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ ഈ സെയിം ക്വസ്റ്റ്യൻ PSCക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ലോങ്സ്റ്റ് വെയിൻ എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് സഫേനിയസ് വെയിൻ ആണ് ദ ലോങ്സ്റ്റ് വെയിൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. അതുപോലെ തന്നെ ദ ലാർജസ്റ്റ് വെയിൻ ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഇൻഫീരിയർ വെന കാവയാണ്. നമുക്കറിയാം ഇൻഫീരിയർ വെന കാവ എന്ന് പറയുന്നത് ലോവർ ബോഡിയിലുള്ള ബ്ലഡിനെ നമ്മുടെ ഹേർട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെയിൻ ആണ്. അപ്പോൾ ദ ലാർജസ്റ്റ് വെയിൻ ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഇൻഫീരിയർ വെന കാവയും അതുപോലെ തന്നെ ദ ലോങ്സ്റ്റ് വെയിൻ ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് സഫീനിയസ് വെയിൻ ആണ്. അത് ഫൂട്ട് തൊട്ട് നമ്മുടെ ഏകദേശം ഒരു ഹിപ്പ് വരെ കണക്ട് ചെയ്യുന്ന ഒരു വെയിനാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അനദർ നെയിം ഫോർ ഫാർട്ട്ലെഗ് ട്രെയിനിങ്? ഫാർട്ട്ലെഗ് ട്രെയിനിങ് എന്ന് പറയുന്ന മറ്റൊരു പേരെന്ത്? ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇന്റർവൽ ട്രെയിനിങ്, സർക്യൂട്ട് ട്രെയിനിങ്, സ്പീഡ് പ്ലേ ആൻഡ് കണ്ടിന്യൂസ് ട്രെയിനിങ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്പീഡ് പ്ലേ ആണ്. അപ്പൊ ഫാർട്ട്ലെഗ് ട്രെയിനിങ് എന്ന് പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് സ്പീഡ് പ്ലേ ആണ്. ഇത് ഒരു സ്വീഡിഷ് വേർഡിൽ നിന്നാണ് ഈ ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും കഴിഞ്ഞ PSC എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അതിൽ ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാർട്ട്ലെഗ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്പീഡ് പ്ലേ ഏത് എനർജി സിസ്റ്റത്തെയാണ് സ്ട്രെസ് ചെയ്യിപ്പിക്കുന്നത്? അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അനേറോബിക് ആൻഡ് എയറോബിക് സിസ്റ്റം ആണ്. കാരണം ഫാർട്ട്ലെഗ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്പീഡ് പ്ലേയിൽ അവരുടെ അത്ലീറ്റ് റൺ ചെയ്യുന്ന സ്പീഡ് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും, കൂടിയും കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാർട്ട്ലെഗ് ട്രെയിനിങ് എനേറോബിക് സിസ്റ്റത്തെയും അതുപോലെ തന്നെ എയറോബിക് സിസ്റ്റത്തെയുമാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും പോർഷൻസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇന്നെടുത്ത ഈ ഒരു ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് മോർ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് PSCന്റെ അല്ലെങ്കിൽ കേട്ടന്റെ പ്രോപ്പർ ഗൈഡൻസോടുകൂടിയ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കിട്ടും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നവർക്ക് ഷെയർ കൂടി ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേഷനും നോട്ടിഫിക്കേഷനും എല്ലാം കിട്ടും. അപ്പൊ താങ്ക് യു.